ഇന്ന് ലോകപ്രസിദ്ധരായിട്ടുള്ള പല ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങിയവരായിക്കോട്ടെ, അവരുടെയൊക്കെ ചരിത്രം ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മോഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണാൻ പറ്റും. നമ്മളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം പോലും മറ്റൊരു ആളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണെന്നുള്ളത് ഒരുപക്ഷെ മലയാളികളായ നമ്മളിൽ പലർക്കും അറിയണമെന്നില്ല. ഇന്ത്യൻ വംശജൻ കൂടിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ തലയിൽ ഉദിച്ച ആശയം, അവരുടെ ഹാർഡ് വർക്ക്, സക്കർബർഗ് മോഷ്ടിച്ച കഥയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് പുരാതന കാലത്ത് തന്നെ ഇത്തരം മോഷണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അർത്ഥശാസ്ത്രം, അതുപോലെ നീതിശാസ്ത്രം, അതുപോലെ ധനുർവേദം, വാസ്തുശാസ്ത്രം, അതുപോലെ നമ്മുടെ ആയുർവേദം, അങ്ങനെ എല്ലാ മേഖലകളിലും ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ധനുർവേദത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് മിലിറ്ററി സയൻസ് ആണ്. ആയുധങ്ങൾ, അതിൻ്റെ ഫോർമേഷൻസ്, ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ധനുർവേദത്തിൽ പറയുന്നത്. ആയുർവേദത്തിലെ ചികിത്സാ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ അർത്ഥശാസ്ത്രത്തിൽ കൗടില്യൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എക്കണോമിക്സിനെ കുറിച്ച്, ഗവേണൻസിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. നീതിശാസ്ത്രത്തിൽ എത്തിക്സിനെ കുറിച്ചും സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ആർട്ടിനെ കുറിച്ച്, സ്കൾപ്ചറിനെ കുറിച്ചൊക്കെ ശില്പശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. അങ്ങനെ പുരാതന കാലത്ത് എല്ലാ തരത്തിലുള്ള ആ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ നോളജ് ഉണ്ടായിരുന്നത് ഇവിടെയാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്ന അല്ലെങ്കിൽ സഞ്ചാരികളായിട്ട് വന്ന മനുഷ്യന്മാർ, വിദ്യ അഭ്യസിക്കാൻ വേണ്ടി വന്ന മനുഷ്യന്മാർ, ട്രേഡിൻ്റെ ഭാഗമായിട്ട് കച്ചവടം ചെയ്യാനായിട്ട് വന്ന മനുഷ്യന്മാർ ഇവിടുത്തെ അറിവുകളെല്ലാം മോഷ്ടിച്ച് സ്വന്തം പേരിലാക്കി ലോകം മൊത്തം പ്രചരിപ്പിച്ചു. ഇപ്പം അറബികൾ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നും പലയിടങ്ങളിൽ നിന്നുമൊക്കെ ഇന്ത്യയിൽ കച്ചവടക്കാരായിട്ട് വന്ന പല അറബികളും ഇവിടെ നിന്ന് കിട്ടിയ നോളജ് ഇവിടെ നിന്ന് അവർ പഠിച്ചെടുത്തതിന് ശേഷം അറബിയിൽ വിവർത്തനം ചെയ്ത് മറ്റ് അറബ് നാടുകളിൽ പ്രചരിപ്പിക്കുന്നു. പിന്നെ അത് പല ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെടുന്നു. അങ്ങനെ അത് യൂറോപ്പിലേക്ക് എത്തുന്നു. അതിൻ്റെ ഒരു റൂട്ട് ഇങ്ങനെയാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല നോളജും അറബികൾ എന്ത് ചെയ്തു? ഇവിടെ ഏറ്റവും ആദ്യം ട്രേഡിനായിട്ട് വന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അറബികൾ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അറബിയിലേക്ക് എഴുതിയിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ പേരിൽ അത് പ്രചരിപ്പിക്കുന്നു. അവരുടെ കണ്ടെത്തലുകളായിട്ട് അത് പ്രചരിപ്പിക്കുന്നു. അതിനുശേഷം ഏറെക്കാലം ഇത് അറബ് നാടുകളിൽ പ്രചാരത്തിൽ നിൽക്കുന്നു. ഈ അറബ് നാടുകളും യൂറോപ്പും തമ്മിൽ നമ്മൾ ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ കുറെ കൂടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അറബ് നാടുകളിൽ നിന്ന് യൂറോപ്പിലേക്ക് പെട്ടെന്ന് എത്തുന്നു. അപ്പോൾ യൂറോപ്യൻസ് അവരുടെ ഇത് തർജ്ജിമ ചെയ്ത് അറബികളുടെ കണ്ടെത്തലുകളായിട്ട് യൂറോപ്യൻസ് ഏറെക്കാലം ഇത് പഠന വിധേയമാക്കുന്നു. പിന്നീട് ഇതിൻ്റെ തുടർച്ചയാണ് യൂറോപ്പിൽ പിൽക്കാലത്തുണ്ടായ പല കണ്ടെത്തലുകളും. അപ്പോൾ അതുകൊണ്ട് ഈ നോളജ് എന്ന് പറയുന്നത് ഒരിടത്ത് മാത്രം നിൽക്കേണ്ട ഒന്നല്ല. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ സംഭവിച്ചത് മറ്റു പലരുടെയും എഫേർട്ട്, ഇപ്പോൾ ഇന്ത്യയിലെ പല മനുഷ്യന്മാരുടെയും എഫേർട്ട് നൈസായിട്ട് അറബികളും അതുപോലെ ഈ പറയുന്ന യൂറോപ്യൻസും അവരുടെ പേരിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഫേസ്ബുക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയിലേക്ക് എത്തുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഓർക്കുട്ടിന് ശേഷം ഏറെ പ്രചാരം നേടുന്ന ഫേസ്ബുക്ക് ഇന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്ന് തന്നെയാണ്. ഏറ്റവും സക്സസ് ആയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നുകൂടിയാണ്. ആ ഫേസ്ബുക്കിൻ്റെ ഒരു ചരിത്രം വളരെ രസകരമാണ്. ഇന്ത്യൻ വംശജനായിട്ടുള്ള ദിവ്യ നരേന്ദ്ര, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ആശയമുണ്ടായി. അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സ്റ്റുഡൻസിന് ഇടയിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ ദിവ്യ നരേന്ദ്രയും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ക്യാമറോൺ വിങ്കിൾവോസും അതുപോലെ ഒരു ടൈലർ വിങ്കിൾവോസും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇങ്ങനെ 3 പേരായിട്ട് ഒരു പദ്ധതി ആലോചിക്കുകയാണ്. ആ പദ്ധതി എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഹാർവാർഡ് കണക്ഷൻ എന്നായിരുന്നു അവർ അതിനിട്ട പേര്. പിന്നീട് ഹാർവാർഡ് കണക്ഷൻ എന്ന പേരിനെ അവർ കണക്ട് യു എന്ന് പറയുന്നൊരു ഷോർട്ട് നെയിമായിട്ട് മാറ്റുന്നു. 2002 ഇവർ ഈ ഒരു സംരംഭത്തിന് തുടക്കമിടുന്നത്. ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകവേ നിരവധി ആളുകളുടെ സഹായവും സഹകരണവും ഇവർക്ക് ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഹാർവാർഡിലെ ഒരു സുഹൃത്തും പ്രോഗ്രാമറും ഒക്കെ ആയിട്ടുള്ള സഞ്ജയ് മാവിൻ കുർവെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇന്ത്യൻ വംശജാണെന്ന് പേര് കേൾക്കുമ്പോൾ തോന്നുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം കൂടെ ചേർന്നുകൊണ്ട് ഇതിൻ്റെ ആദ്യഘട്ട ആ ഒരു കോഡിംഗ് പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുവാണ്. 2003 വരെ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സഞ്ജയ് ഇവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 2003 അദ്ദേഹത്തിന് ഗൂഗിളിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം ഇത് അവസാനിപ്പിച്ചിട്ട് ഗൂഗിളിലേക്ക് ജോയിൻ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഈ പ്രോജക്റ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ നരേന്ദ്രൻ്റെ സുഹൃത്ത്, ഇന്ത്യൻ വംശജനായിട്ടുള്ള ദിവ്യ നരേന്ദ്രൻ്റെ സുഹൃത്ത് ഒരു വിക്ടർ ഗാവു ഉണ്ടായിരുന്നു. ഈ വിക്ടർ ഗാവു ഈ അടുത്തിടെയൊക്കെ ഒരു ചൈനക്കാരനായിട്ടുള്ള വിക്ടർ ഗാവു ആണെന്ന് അറിയത്തില്ല കേട്ടോ.
ഈ അടുത്തിടെയൊക്കെ ഈ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന അഭിപ്രായം പറയുന്നൊരു വിക്ടർ ഉണ്ട്. ആ വിക്ടർ തന്നെയാണോന്നൊന്നും അറിയത്തില്ല. എന്തായാലും വിക്ടർ ഗാവു അങ്ങനത്തെ ഒരു മനുഷ്യൻ, ആ ഒരു വ്യക്തി ഹാർവാർഡ് കണക്ഷന്റെ വർക്ക് അദ്ദേഹം പിന്നീട് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിനും ഈ ഒരു പ്രോജക്റ്റിൽ തുടരാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം റെഫർ ചെയ്തിട്ടാണ്, ഈ വിക്ടർ ഗാവു റെഫർ ചെയ്തിട്ടാണ് ഈ നരേന്ദ്ര എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാർക്ക് സക്കർബർഗിനെ അപ്രോച്ച് ചെയ്യുന്നത്. മാർക്ക് സക്കർബർഗ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഇവരെ കൂടെ ഓക്കെ ഞാൻ ചെയ്യാം, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നൊക്കെ ചോദിക്കുന്നു. ചില തവണയൊക്കെ മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നു. അപ്പോൾ സക്കർബർഗിന്റെ അടുത്തേക്ക് ഇവർ എത്തുമ്പോൾ ഓൾറെഡി ഇതിന്റെ നമ്മൾ ഈ ഒരു കണക്റ്റീവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള, ലോഗിൻ ചെയ്യാനുള്ള പേജ്, സൈനപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിന്റെ കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരുപാട് വർക്കുകൾ അതിനോടകം തന്നെ പൂർത്തിയായിരുന്നു. അവശേഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി വേണ്ടിയിട്ടാണ് മാർക്ക് സക്കർബർഗിന്റെ ഒരു ഹെൽപ്പ് ഈ വിക്ടർ ഗാവു പറഞ്ഞതനുസരിച്ച് ഇവർ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രോജക്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യരുടെ എഫേർട്ട് അതിന്റെ പുറകിൽ ആവശ്യമാണ്. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. മാർക്ക് സക്കർബർഗ് ഇവരുടെ ജൂനിയർ ആയിരുന്നു എന്നും തോന്നുന്നു. എന്തായാലും ഇദ്ദേഹത്തെ സമീപിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രോജക്റ്റ് തുടരാൻ തീരുമാനിക്കുന്നു. അങ്ങനെ എഗ്രിമെന്റും കാര്യങ്ങളും ഒക്കെ വയ്ക്കുന്നു. മാർക്ക് സക്കർബർഗിന് ഇവർ ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തു. എന്താണ് ഈ പ്രോജക്റ്റ്, എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി എന്താണ് വേണ്ടത്, ഇതെല്ലാ കാര്യങ്ങളും കിട്ടി. അപ്പോൾ മൂപ്പർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് മറ്റേ വക്കീലിനെയും കൊണ്ടുവരാമേ എന്ന് പറയുന്ന പോലെ ഞാൻ ഇപ്പോൾ വരാം, നിങ്ങളിവിടെ നില്ല്, ഞാൻ വക്കീലിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞൊരു പോക്കങ്ങ് പോയി. പിന്നീട് സക്കർബർഗ് വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്ന് മാത്രമല്ല മെയിൽ അയച്ചാൽ റിപ്ലൈ ഇല്ല. ഒടുവിൽ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഒരു റിപ്ലൈ വരും. ഞാൻ വളരെ അത്യാവശ്യപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, എനിക്ക് ഒരു രക്ഷയില്ല, ഇവിടുന്ന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം, നമുക്ക് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞൊരു മെയിൽ വരും. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവർ മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഇന്ത്യൻ വംശജനും അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സും. സോ മെയിൽ അയക്കുന്നു. ഉടനെ സോറി എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് വയ്യായിരുന്നു കേട്ടോ, ഞാൻ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിൽ പെട്ടുപോയതാണ്, ഞാൻ വേറൊരു പണിയിൽ പെട്ടു എന്ന് പറഞ്ഞ് എക്സ്ക്യൂസസ് പറഞ്ഞ് അങ്ങനെ ഇയാളിത് നീട്ടിക്കൊണ്ടുപോയി. പെട്ടെന്നൊരു ദിവസം 2004 ഇയാൾ എന്ത് ചെയ്തു, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ലോകത്തിന് മുമ്പിലേക്ക് ഇറക്കുകയാണ്. ഫേസ്ബുക്ക് ഇറങ്ങിയതറിഞ്ഞ് പോയി നോക്കിയ നമ്മുടെ ഇന്ത്യൻ വംശജർ ഞെട്ടിപ്പോയി. കാരണം എന്താണോ കണക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ അവർ ഉദ്ദേശിച്ചത് അതാണ് ഫേസ്ബുക്ക് എന്ന് പേര് മാറ്റി വന്നിരിക്കുന്നത്. കുറച്ച് പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുണ്ട്, പേരും മാറിയിട്ടുണ്ട്, കോൺസെപ്റ്റ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. കണക്ട് യു എന്താണോ പ്ലാൻ ചെയ്തത് അതാണ് മാർക്ക് സക്കർബർഗ് അടിച്ചിറക്കി വെച്ചത് എന്നുള്ളത് അപ്പോഴാണ് അവർ മനസ്സിലായത്. അങ്ങനെ ഇവരിത് വിടാൻ തയ്യാറായില്ല. ഇത് ഒരുപാട് നിയമ നടപടികളിലേക്കൊക്കെ പോയി. ഇവര് കേസ് കൊടുക്കുന്നു. അതായത് ഇങ്ങനെ അവരെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു. അങ്ങനെ മാർക്ക് സക്കർബർഗുമായിട്ട് കേസ് ഒരുപാട് നാൾ നീണ്ടുപോയി. തങ്ങളുടെ കോൺസെപ്റ്റും സോഴ്സ് കോഡും മാറ്റം വരുത്തിയാണ് ഫേസ്ബുക്ക് നിർമ്മിച്ചത് എന്നായിരുന്നു അന്ന് കണക്റ്റീവ് ടീം കോടതിയിൽ വാദിച്ചത്. 2008 $65 മില്യൺ മറ്റോ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായി എന്നാണ് മനസ്സിലാവുന്നത്. ഈ 2004 ഇത് തുടങ്ങുന്ന സമയത്ത് ഈ കണക്റ്റീവ് ടീമും വിചാരിച്ചു കാണില്ല ഇത് ഇത്രയും വലിയ കമ്പനി ആയിട്ടൊക്കെ മാറുമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ അവർ ഈ സെറ്റിൽമെന്റിന് ചിലപ്പോൾ തയ്യാറാകുമായിരുന്നില്ല. എന്തായാലും 65 മില്യൺ അന്ന് വലിയൊരു തുക തന്നെയാണ്. അപ്പോൾ അത്രയും വലിയൊരു തുകയ്ക്ക് അവരന്ന് അതിന് ഡീൽ ചെയ്തു. പക്ഷെ ഇന്ന് അത് ഓർത്ത് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം അവരുടെ കോൺസെപ്റ്റ് നൈസിനെ ഒരാൾ കൊണ്ടുപോയി ചതിച്ചതാണ്. മാർക്ക് സക്കർബർഗ് നൈസായി ചതിച്ച് അയാളുടെ പേരിൽ ഒരു പുതിയ പേരുണ്ടാക്കി അയാളുടെ പേരിലാക്കി. അതിനെ കണക്റ്റീവ് എന്ന് പറയുന്ന പേര് അയാൾ എടുത്തില്ലെന്നേ ഉള്ളൂ. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു പുതിയ പേരിട്ട് അത് അയാളുടേതാക്കി മാറ്റി. എന്നിട്ട് $65 മില്യൺ ഇവർക്ക് കൊടുത്തു. പിന്നീട് കണക്റ്റീവ് അതിനെ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ആ ഒരു കമ്പനി തന്നെ നിർത്തലാക്കുകയും ചെയ്തു. ഇവിടെ മാർക്ക് സക്കർബർഗ് ഒരു കഴിവുമില്ലാത്ത ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അയാൾക്ക് കഴിവുള്ളത് കൊണ്ടാണ് അയാളിലേക്ക് ആ പ്രോജക്റ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് അയാളെ തന്നെ ഇത് പൂർത്തിയാക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ വിക്ടർ ഗാവു സജസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടി. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലോകത്ത് നമ്മൾ ചരിത്രത്തിൽ എപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും ഈ സക്സസ് ആയിട്ടുള്ള പല മനുഷ്യന്മാരും മറ്റു പലരുടെയും ബുദ്ധിയും മറ്റു പലരുടെയും നോളജും ഒക്കെ മോഷ്ടിച്ചോ തട്ടിയെടുത്തോ പിടിച്ചു പറിച്ചോ ഒക്കെ തന്നെയാണ് പലപ്പോഴും, എല്ലാവരുമല്ല, പലരും ഇതുപോലെയൊക്കെ വലിയ സമ്പന്നരായിട്ടുള്ളത്. ഇന്ന് ലോകത്തെ 5 ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണ് മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്ക് ഇന്ന് വലിയൊരു സ്ഥാപനമാണ്. ശരിക്കും ഒരു ഇന്ത്യൻ വംശജൻ ഉൾപ്പെടെ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. ഇതുപോലെ ആർക്കും അറിയാത്ത എത്രയോ മനുഷ്യരുണ്ട്. ഇന്ത്യൻ വംശജരുടെ കാര്യം ഭയങ്കര കോമഡിയാണ്. ഭയങ്കര ബുദ്ധിയുള്ള ഇന്ത്യക്കാരൊക്കെയാണ് കൂടുതലും. ഈ യൂറോപ്പിലും US-ലോട്ടും ഒക്കെ കുടിയേറുന്നവരൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിയുള്ളവരാണ്. ഇവരെന്ന് പറയുന്നത് ബിസിനസ് മൈൻഡുള്ള ആൾക്കാരല്ല. ഇവരെപ്പോഴും മാക്സിമം വർക്ക് ചെയ്യുക, നല്ല എമൗണ്ട് സാലറി വാങ്ങുക, സെറ്റിൽഡ് ആവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പോകുന്നവരാണ് മെജോറിറ്റിയും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൂഗിളിൽ തന്നെ
ഈ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി സഞ്ജയുടെ കാര്യം പറഞ്ഞു. അയാൾ ഗൂഗിളിലേക്കാണ് പോയത്. അയാളുടെ ഒന്നും ഞാൻ സെർച്ച് ചെയ്തിട്ട് ഒരു പേരോ വിവരോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഗൂഗിൾ ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികളുടെയൊക്കെ പുറകിലെ തലച്ചോറായിട്ട് പ്രവർത്തിക്കുന്ന പലപ്പോഴും ഇന്ത്യക്കാരായിരിക്കും. പക്ഷേ ആ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത് പലപ്പോഴും ആരായിരിക്കും എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സായിപ്പായിരിക്കും. പ്രോജക്റ്റ് പൂർത്തിയാവുന്ന സമയത്ത് സായിപ്പിന്റെ പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ബുദ്ധി അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുത്ത മനുഷ്യന്മാരെ ആരും അറിയാതെ പോവുകയും ചെയ്യും. ഇപ്പൊ ഫേസ്ബുക്കിന്റെ തന്നെ ആ ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വംശജന്റെ തലയിൽ ഉദിച്ച ഒരു കോൺസെപ്റ്റ് ഒരു ഇന്ത്യൻ വംശജനാൽ തന്നെ അത് മുന്നോട്ട് പോവുകയും പിന്നീട് മാർക്ക് സക്കർബർഗിന്റെ കയ്യിൽ അത് എത്തുമ്പോൾ അത് അയാളുടെ പേരിലാക്കി അയാൾ അതിനെ മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഫേസ്ബുക്കിന്റെ സ്റ്റോറി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.